ഹലോ ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. നമ്മൾ ഈ വീഡിയോയിൽ കേരളത്തിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ശബരി എക്സ്പ്രസ് ഇവിടെ കേരളത്തിൽ എത്തിയിരിക്കുന്നു. നമ്മളിനി ഇവിടെ നിന്ന് ഹൈദരാബാദിലേക്ക് പോവുകയാണ്. ആ പോണതിൻ്റെ ഇടയിൽ കണ്ട കാഴ്ചകളാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടത്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് സിക്കന്ദരാബാദിലെത്തും. ഈ ട്രെയിൻ തിരുപ്പതി വഴിയാണ് പോകുന്നത്. രാത്രി 12-നാണ് തിരുപ്പതി എത്തുക. നമ്മളിപ്പോൾ പോകുന്ന വഴിയിൽ മുഴുവനും കുന്നുകളും മലകളും ഒക്കെയാണ്. ഇപ്പം നമ്മൾ കാണുന്ന മേഖലയിൽ ജനവാസം കുറവാണ്. പിന്നെ ഇവിടെ മഴവെള്ളം കിട്ടുന്നത് കുറവായതിനാൽ ഉഷ്ണമേഖലയിലുള്ള സസ്യങ്ങളാണ് ഇവിടെ കൂടുതലായി കാണുന്നത്. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചിട്ട് ബഹളമൊക്കെ വെച്ചിട്ട് ഒരു വൈബിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ഹൈദരാബാദിക്ക്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടുത്തെ മുളക് കൃഷിയാണ്. ഇവിടെ വെള്ളം കുറവായതിനാൽ ഇവിടെ കൂടുതലും ബോർവെൽസാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള മുളകിൻ്റെ മിക്ക സപ്ലൈയും ഇവിടെ നിന്നാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് മുളകൊക്കെ കൃഷി ചെയ്ത് വിളവെടുത്തിട്ട് ഉണക്കാൻ വേണ്ടി വെക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ചോള കൃഷിയാണ്. പിന്നെ ചോളം മുളകുമാരി തന്നെ ഇവിടെ തന്നെയാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. ഇവിടെ ചോളം മാത്രം അല്ലാതെ ഇവിടെ കോട്ടൻ്റെ കൃഷിയും കൂടി ഇവിടെ ഉണ്ട്. ഇപ്പം നമ്മൾ കാണുന്നത് ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന തടാകമാണ്. ഇത് ഇവിടെ വളരെ റെയറാണെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ പോണ വഴിക്ക് ഇവിടെ ഇത് 1-2 പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, ഞങ്ങൾക്കുള്ളത് ചാർമിനാറിന് മുൻപിലാണ്. ഇത് ഉണ്ടാക്കിയത് മുഹമ്മദ് ഖലി ഖുതുബ് ഷാ എന്ന എംപററായിരുന്നു. ഇദ്ദേഹം ഖുതുബ് ഷാ ഡൈനസ്റ്റിയിലെ 5ാമത്തെ രാജാവായിരുന്നു. ഇതുണ്ടാക്കിയത് 1591-ലാണ്. ഓക്കെ ഗൈസ്, ഞങ്ങൾക്കുള്ളത് ചാർമിനാറിൻ്റെ ഗേറ്റിൻ്റെ പുറത്താണ്. ഇവിടെ നിറച്ച് കുഞ്ഞു സ്റ്റോളുകളാണുള്ളത്. ഇവിടുത്തെ ഗേറ്റിൻ്റെ പുറത്തും അകത്തൊക്കെ നിറച്ച് സ്റ്റോളുകളാണ്. അപ്പം നമുക്ക് ഓരോ സ്റ്റാളുകൾക്കൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഇതാ ഓരോ ഓർണമെൻറ്റ്സൊക്കെ വിൽക്കുന്നു. പ്ലാസ്റ്റിക്കിലെ പൂക്കളും ചെടികളൊക്കെ വിൽക്കുന്നു. ഇതാ പിന്നെ വേറൊരാൾ സമോസകളൊക്കെ വിൽക്കുന്നു. പാനിപൂരി, സ്വീറ്റ് കോൺ. ഇതാ പിന്നെ ഓർണമെൻറ്റ്സിൻ്റെ കച്ചവടക്കാർ. ഇവിടെ നിറച്ച് ഇങ്ങനത്തെ കുഞ്ഞു സ്റ്റോളുകളാണ് ഉള്ളത്. ഈ ചാർമിനാർ കാണാനായി ലോകം മുഴുവൻ ആൾക്കാരും ഇങ്ങോട്ട് വരാറുണ്ട്. ആ തിരക്കാണ് ഇപ്പോൾ കാണുന്നത്. നമ്മളുടെ നാട്ടുകാരും ഇന്ത്യയുടെ പുറത്തുള്ളവരൊക്കെ ഇത് കാണാൻ വേണ്ടി വരാറുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ പുറത്തുള്ള ഒരുപാട് ജനങ്ങളെ ഞങ്ങളിവിടെ കണ്ടു. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ചാർമിനാറിന് ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിറയെ സ്റ്റോളുകളും ആൾക്കാരുടെയും ബഹളമാണ് ഉള്ളത്. ഇനി നമ്മൾ ചാർമിനാറിൻ്റെ മുകളിലെ വ്യൂ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ എത്തിയിരിക്കുന്നു. ഒരാൾക്ക് 25 രൂപയും 10 വയസ്സിന് അടിയിലുള്ള കുട്ടികൾക്ക് ഹാഫ് ടിക്കറ്റും കൂടിയാണുള്ളത്. ഇതാ ഞങ്ങളിപ്പോൾ കോണി കയറുന്നു. ഇവിടെ വളരെ ഇടുങ്ങിയ സ്ഥലമാണ്. ഇത് അത്യാവശ്യം ടൈറ്റായുള്ള ഇടുങ്ങിയ വഴിയാണുള്ളത്. അപ്പോൾ ഞങ്ങൾ അതിന് കൂടെ മുകളിലേക്ക് കയറിയപ്പോൾ നല്ലൊരു വ്യൂ ആണ് കണ്ടത്. ഈ ചാർമിനാർ ഏകദേശം 433 വർഷങ്ങൾ പഴക്കമുള്ള ഒരു മോണുമെൻ്റാണ്. ചാർമിനാർ എന്ന് പറഞ്ഞാൽ 4 തൂണുകൾ എന്നും അർത്ഥമുണ്ട്. ഇതിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ 4 സൈഡുകളും നല്ല വ്യൂ ആണ് കിട്ടുന്നത്. ഗായ്സ്, പിന്നെ ഇതിനെ സംബന്ധിച്ചിട്ട് ഒരു മിത്തും കൂടിയുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ സുൽത്താൻ തൻ്റെ ജനങ്ങൾക്ക് ഇടയിൽ പ്ലേഗ് ഉണ്ടാകുന്ന സമയത്ത് അത് മാറ്റാൻ വേണ്ടി
അവരുടെ ദൈവത്തിന് ട്രിബ്യൂട്ടിലുണ്ടാക്കിയതാണ് ചാർമിനാർ എന്നും പറയപ്പെടുന്നു. ഇപ്പോൾ കാണുന്ന സ്ഥലത്തെ ഏറ്റവും പഴയ ബിൽഡിംഗ് ആയിരുന്നു ചാർമിനാർ. 433 വർഷം പഴക്കമുള്ള ചാർമിനാർ ആ കൊല്ലങ്ങൾ കഴിയുമ്പോഴും പുതിയ കടകളൊക്കെ വന്നിട്ട് ഇതിപ്പോൾ ഒരു വാണിജ്യ കേന്ദ്രമായി മാറിയിരിക്കുന്നു. കൂടാതെ ഇത്രയും വർഷം പഴക്കമായതിനാൽ ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ചീത്തതായി നശിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിനാൽ ഇവിടെ റീനോവേഷൻ വർക്കൊക്കെ നടക്കും. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഉള്ളിലത്തെ വ്യൂ ആണ് കാണാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് കാണുന്ന പോലെ പണ്ട് കാലത്തെ വളരെ ഭംഗിയുള്ള ആർക്കിടെക്ചറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ പഴയതാണിത്. ഓക്കെ ഗൈസ്, നമുക്ക് കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ 4 തൂണുകളിലെ 2 തൂണുകളാണ്. നമുക്ക് മുകളിലേക്ക് കയറി വന്നത് ഈ തൂണിൻ്റെ ഉള്ളിൽ അതുകൊണ്ടായിരുന്നു കുത്തനെ ഉള്ള സ്റ്റെപ്സ് ഉണ്ടായിരുന്നത്. കൂടാതെ ഇവിടുന്ന് മുകളിൽ നോക്കുമ്പോൾ ആൾക്കാർ വരുന്നതും പോകുന്നതും ഒക്കെ എളുപ്പമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഗൈസ്, ഹൈദരാബാദിലേക്ക് ട്രിപ്പൊക്കെ പോകുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു ചാർമിനാർ വിസിറ്റ് ചെയ്ത് നോക്കണം. കാരണം ഇത് അത്രയും നല്ലൊരു സ്ഥലമാണ്. കൂടാതെ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേ ചെയ്തിട്ടില്ലെങ്കിൽ. പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ താഴത്തേക്ക് എത്തിയിരിക്കുന്നു. തൽക്കാലത്തേക്ക് ഞാനിന്ന് ഇപ്പോൾ ഈ വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഇനിയുള്ള കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ ഗൈസ്, തൽക്കാലത്തേക്ക് ബൈ. അതിൻ്റെ ഏറ്റവും ബാക്ക് സൈഡ് കുറച്ച് താഴ്ന്നിട്ട് കുറച്ച് സ്ഥലമുണ്ട്. മെയിനായിട്ട്